ഹായ്. അപ്പൊ നമ്മുടെ ഗോൾഡൻ റൂൾസിന്റെ ഫസ്റ്റ് റൂള് ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് തിങ് ആണ്. നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ദാറ്റ് ഈസ് ക്രിയേറ്റ് എ സ്റ്റഡി പ്ലാൻ. ഓരോ കുട്ടികൾക്കും പഠിക്കുന്നതിന് ഓരോരോ രീതികളായിരിക്കും. ഓക്കെ, ചില ആൾക്കാർ ഏർലി മോർണിംഗ് എണീറ്റിട്ട് പഠിക്കുന്ന ആൾക്കാരായിരിക്കും, ചില ആൾക്കാർ ലേറ്റ് നൈറ്റ് ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരെ. അപ്പൊ ഞാനൊരു ജനറൽ പ്ലാൻ ആണ് പറയുന്നത്. യു ക്യാൻ അഡോപ്റ്റ് ഇറ്റ് ഓർ യു ക്യാൻ മേക്ക് യുവർ ഓൺ. നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ പ്ലാൻ യൂസ് ചെയ്യാം. അപ്പൊ ഇതിൽ പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് മാക്സിമം യൂട്ടിലൈസേഷൻ നടത്തുക, ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ എപ്പോഴും പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ. ഇത് നമുക്ക് ഒരു 1 ഡേ പ്ലാൻ നമുക്ക് ആലോചിച്ച് നോക്കാം. ഓക്കെ, ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് നോക്കാം. ഇപ്പോ മോർണിംഗ്, ഓക്കെ, മോർണിംഗ് നിങ്ങൾ ആലോചിക്കുകയാണ്. ലൈക്ക് നമ്മളൊരു 5 AM 5 AM സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, 5 AM നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് എന്താ പറയാ ഒരു 5 to 5:30 വരെ നിങ്ങൾക്ക് ഒന്ന് പ്രിപ്പറേഷൻ ചെയ്യാനുള്ള ടൈം. അത് കഴിഞ്ഞിട്ട് ഒരു 5:30 to 6:30, 6:30 to 7:30 നിങ്ങൾക്ക് ഒരു 2 hours എന്ത് കിട്ടുന്നുണ്ട്, ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈം കിട്ടുന്നുണ്ട്. ഒരു 2 hours അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ടാവും അല്ലെ. ഇനി അത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ പോകുന്നു, പിന്നെ നിങ്ങൾ ചിലപ്പോൾ ക്ലാസ്സസിന് വേണ്ടിയിട്ട് പോകുന്നു. ഈ ക്ലാസിന്റെ ഒക്കെ ഇടയ്ക്ക്, അതായത് ഇപ്പോ ഒരു പീരീഡ് കഴിഞ്ഞ് നെക്സ്റ്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടുന്ന ബ്രേക്ക് കിട്ടുന്ന സമയത്ത് കുറച്ച് എക്സ്ട്രാ ടൈം, ഈ ടൈമിലൊക്കെ നിങ്ങൾ MCQs പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, MCQs പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. ഇനി അത് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്ക് എത്തുന്നു. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തുന്നു. 5 മണിക്ക് നിങ്ങൾ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ വീട്ടിലോ എത്തിക്കഴിഞ്ഞാൽ യു വിൽ ബി ഹാവിംഗ് ഒരു 5:30 വരെ നിങ്ങൾ ഒരു കൂൾ ഓഫ് പീരീഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 5:30 സ്റ്റാർട്ട് ചെയ്യാം. 5:30 നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, 5:30 നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5:30 to 6:30, 6:30 to 7:30 വരെ നിങ്ങൾക്ക് ഒരു 2 hours വീണ്ടും അവിടെ കിട്ടുന്നുണ്ട് അല്ലെ. ഒരു 2 hours വീണ്ടും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നു. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 7:30 to 8 o'clock നിങ്ങൾ വീണ്ടും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ 8 to പിന്നെ നിങ്ങൾക്ക് ഒരു 11 o'clock വരെ, 8 to 9, 9 to 10, 10 to 11, ഓക്കെ, ഒരു 3 hours കൂടെ കിട്ടുന്നു അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ലാസ്റ്റ് നൈറ്റിൽ, ഓക്കെ, നൈറ്റിൽ നിങ്ങൾക്ക് ഒരു 3 hours കൂടെ കിട്ടുന്നു. ഇതൊക്കെ ഞാൻ എന്താണ് മിനിമം എമൗണ്ട് ആണ് കേട്ടോ ഇട്ടേക്കുന്നത്. മിനിമം, അതായത് മിനിമം ഒരു കുട്ടി എത്ര ലാവിഷ് ആയിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്താലും ആ കുട്ടിക്ക് ഏകദേശം 4 hours plus 3 hours, that is 7 hours ഒരു ടൈം എന്ത് കിട്ടുന്നുണ്ട്, പഠിക്കാനായിട്ട് കിട്ടുന്നുണ്ട് അല്ലെ. ഇനി ഇത് നിങ്ങൾ കൂട്ടാം. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ക്ലാസിന്റെ ഇടയിലെ ടൈം, അതേപോലെ ബ്രേക്ക് കിട്ടുന്ന സമയം, ഇങ്ങനെയൊക്കെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ മേക്ക് ഇറ്റ് അപ് ടു 10 hours. ഒരു 10 hours സമയത്തിലേക്ക് നിങ്ങൾക്ക് ഇതിനെ എത്തിക്കാം. ഇങ്ങനെ നിങ്ങൾ ഒരു വർക്കിംഗ് ഡേ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി വെരി എഫക്റ്റീവ്. നിങ്ങൾക്ക് ഒരു 10 മണിക്കൂറോളം സമയം നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾ ഈ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, എല്ലാ ദിവസവും എല്ലാ സബ്ജക്റ്റും പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പം ഒരു ചില പ്ലാനിങ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ ഫിസിക്സ് പഠിക്കുന്നു, നാളെ ഞാൻ കെമിസ്ട്രി പഠിക്കുന്നു, അടുത്ത ദിവസം ഞാൻ ബയോളജി പഠിക്കുന്നു. അങ്ങനെ ചെയ്യാതിരിക്കുക. ഒരേ ദിവസം ഈക്വലി ഈ പറയുന്ന സബ്ജക്ട്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ടൈമിനെ സ്പ്ലിറ്റ് ചെയ്യുക. കാരണം ഈ പറയുന്ന സബ്ജക്ട്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതാണ് എപ്പോഴും നന്നാവുക. പിന്നെ അതേപോലെ തന്നെ എല്ലാ ദിവസവും ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനും സമയം കണ്ടെത്തുക. ഇപ്പൊ കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടുന്നത് വരെ ആ ക്വസ്റ്റ്യനിൽ തന്നെ സ്റ്റക്ക് ഓൺ ചെയ്യും. ഒരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ എത്രത്തോളം ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ഏത് സ്റ്റെപ്പ് വരെ എത്തിക്കാൻ പറ്റുന്നുണ്ട്, ആ സ്റ്റെപ്പ് വരെ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ടൈം മാനേജ്മെന്റ് എന്നുള്ളൊരു കാര്യമുണ്ട്. ആ കാര്യത്തിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്കൊരു ജനറലി ഒരു വർക്കിംഗ് ഡേയിലെ സ്റ്റഡി പ്ലാൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി നിങ്ങൾ ഒരു എന്താ പറയാ, നിങ്ങൾക്കൊരു ഫ്രീ ഡേ കിട്ടുകയാണെന്ന് വിചാരിക്കാം. ലൈക്ക് നിങ്ങൾക്കൊരു സാധാരണ ഒരു ദിവസം കിട്ടുകയാണെന്ന് വിചാരിക്കാം, ഒരു സൺഡേ കിട്ടുകയാണെന്ന് വിചാരിക്കാം. സൺഡേ ഒക്കെ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടും. പഠിക്കാൻ കിട്ടുന്ന സമയം നിങ്ങൾ ആലോചിച്ചു. ഇപ്പൊ നിങ്ങൾ 5 o'clock തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ 5:30 നിങ്ങൾ പഠിക്കാനിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മോർണിംഗിൽ ഒരു 2 hours, പിന്നെ അത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കിടക്കുന്നത് വലിയൊരു ടൈമാണ്. അതായത് നിങ്ങൾ ഒരു 8 o'clock ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 8:30 വരെയൊക്കെ മാക്സിമം നിങ്ങൾ ഭക്ഷണം കഴിക്കും. 8:30 to 9:30, 10:30, 11:30, 12:30 ആൻഡ് 1 o'clock വരെ നിങ്ങൾക്ക് നീണ്ടു കിടക്കുന്ന ഒരു 4 hours ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് കണ്ടിന്യൂസ്ലി പഠിക്കണമെന്നല്ല. ഈ സമയത്തിന് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യണം. ഈ സമയത്തിന് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ചു നേരം പഠിക്കും. പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബോറടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വേറുള്ള കാര്യങ്ങളിലേക്ക് പോകും. ലൈക്ക് സംടൈംസ് നമ്മൾ എന്ത് ചെയ്യും, ഫോൺ എടുത്ത് യൂസ് ചെയ്യും,
അല്ലെങ്കിൽ നമ്മൾ വീട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ TV പോയി കാണും, അല്ലെങ്കിൽ നമ്മളെ കൂട്ടുകാരുടെ അടുത്ത് സംസാരിക്കും. ഇതൊക്കെ നീണ്ടുപോകുന്ന കാര്യങ്ങളാണ്. ലൈക്ക് നിങ്ങളിപ്പോ കൂട്ടുകാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ സംസാരിച്ച് തീരില്ല. അതേപോലെ നിങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അടുത്ത ചാനൽ മാറ്റി മാറ്റി പോകും. നിങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കാണുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇരിക്കുകയാണ്, നിങ്ങൾ വീണ്ടും വീണ്ടും സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ, വെൻ യു ആർ ഗെറ്റിംഗ് ബോർഡ്, നിങ്ങളിപ്പോ ഒരു സബ്ജക്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഒരു 1.5 hours നിങ്ങൾ ഫിസിക്സിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് ബോറിംഗ് ആവുകയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിച്ചൊന്ന് നടന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് തിരിച്ചു വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് ബോർ അടിക്കുന്ന സമയത്ത് യു ക്യാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് അതിന് കുറച്ച് ആൻസേഴ്സ് ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ മോട്ടിവേറ്റഡ് ആവും. നിങ്ങൾ ഇത്രയും നേരം പഠിച്ചതിന് ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു, ഇപ്പൊ സൺഡേ പോലുള്ള ഒരു ദിവസം, അതായത് ഒരു വീക്ക്, ഈ പറയുന്ന നമുക്ക് ഓഫ് ഉള്ള ഒരു ദിവസം നമുക്ക് കിട്ടാണെന്ന് വിചാരിക്കാം. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, മോർണിംഗ് ഒരു 4 hours, പിന്നെ ഏർലി മോർണിംഗ് ഒരു 2 hours, ഇതൊക്കെ കിട്ടി. അപ്പൊ നിങ്ങൾക്ക് 6 hours അവിടെ തന്നെ കിട്ടി. നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 1:30 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2:30, 3:30, 4:30, 5:30 വരെയൊക്കെ പോവാം. വീണ്ടും 4 hours. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സൺഡേ എന്ന് പറയുന്ന ഒരു ദിവസം, അല്ലെങ്കിൽ നിങ്ങൾ ലീവ് ഉള്ള ഒരു ദിവസം നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഡേ ആണ്. ആ ഡേ നന്നായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അറൌണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു 12 to 15 hours ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ദിവസം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 12 to 15 hours വരെ നിങ്ങൾക്ക് ഒരു സൺഡേയിൽ നിങ്ങൾക്ക് കിട്ടും. നമ്മളെല്ലാവരും ചെയ്യുന്നത് എന്താണ്, സൺഡേ വരുമ്പോഴത്തേക്കും ഒന്ന് സമാധാനപ്പെടുകയാണ് ചെയ്യുക. നോ, നിങ്ങൾ സൺഡേക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക. കാരണം എന്താണ്, ഇത്രയും സമയം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, നമുക്ക് പഠിക്കാൻ ഇത്രയും സമയം കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ സൺഡേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഇപ്പം സൺഡേയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം രാത്രി, അതായത് ഹോൾ ഡേ നിങ്ങൾ പഠിച്ചു വരികയാണെങ്കിൽ രാത്രി സമയങ്ങൾ നിങ്ങൾ കൂടുതലും റിവിഷന് വേണ്ടി യൂസ് ചെയ്യാം. ആ വീക്കിൽ എന്തൊക്കെയാണ് പഠിച്ചത്, അപ്പൊ ആ വീക്കിൽ പഠിച്ച സാധനങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഒരു പാറ്റേൺ, അതായത് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, അത് നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റണം. അതായത് ഞാൻ ഈ വീക്കിൽ എത്ര പഠിച്ചു, അല്ലെങ്കിൽ ഈ വീക്കിൽ ഇപ്പം എല്ലാ ആഴ്ചയും ഒന്ന് അസസ് ചെയ്യാം. വീക്കിന്റെ ലാസ്റ്റ് ഡേയിൽ നിങ്ങൾ ഒന്ന് അസസ് ചെയ്യുക. അതായത് ഞാൻ ഈ വീക്ക് തുടങ്ങിയപ്പോൾ എന്താണ് പഠിച്ചത്, സെക്കൻഡ് ഡേയിൽ എന്ത് പഠിച്ചു, ഇത്ര ഡേയിൽ എന്ത് പഠിച്ചു, എനിക്ക് ഈ പറയുന്ന വീക്കിൽ നടന്ന എക്സാംസിൽ എത്ര മാർക്ക് കിട്ടി, വീക്ക്ലി എക്സാം ഞാൻ എങ്ങനെ അറ്റൻഡ് ചെയ്തു, അതിന്റെ മാർക്ക് എങ്ങനെയുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു അസസ്മെന്റ് നടത്തി കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വളരെ മെച്ചപ്പെട്ട മാർക്കുകൾ നേടാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ സ്റ്റഡി പ്ലാനിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇതിലും നിങ്ങൾക്ക് മോഡിഫിക്കേഷൻസ് വരുത്താം. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മോഡിഫിക്കേഷൻസ് വരുത്താം. ഈ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ അത് നിങ്ങൾ നന്നായിട്ട് ചെയ്യുക. സോ നെക്സ്റ്റ് പോയിന്റുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ അതുവരെ താങ്ക് യു.